സ്റ്റോക്ക് മാർക്കറ്റിൽ എന്താണ് ഡെത്ത് ക്രോസ്? ഡെത്ത് ക്രോസ് ഒരു ഫേക്ക് സിഗ്നൽ ആണോ? ഡെത്ത് ക്രോസിൽ ശരിയായ എക്സിറ്റ് എങ്ങനെയാണ് എടുക്കേണ്ടത്? ഡെത്ത് ക്രോസ് എന്ന വാക്ക് കേൾക്കുമ്പോഴേ നമുക്കെല്ലാം ഒരു പേടി തോന്നാറുണ്ട്. കയ്യിലെ സ്റ്റോക്കൊക്കെ ഒരു ലോസിലേക്ക് പോകുമോ എന്നതാണ് ഭയം. പോർട്ട്ഫോളിയോ മുഴുവൻ റെഡിലാകാനുള്ള സാധ്യതകൾ മുന്നിലുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു പേടി കാരണം ഡെത്ത് ക്രോസ് കാണുന്ന നിമിഷം കിട്ടിയ വിലയ്ക്ക് എല്ലാ സ്റ്റോക്കുകളും വിറ്റ് മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആവുന്നവരാണ് നമ്മളിൽ പലരും. പക്ഷെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അങ്ങനെ പേടിച്ച് വിൽക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരമായി മാറിയേക്കാം. ഡെത്ത് ക്രോസ് എന്ന സിഗ്നൽ പലപ്പോഴും ലേറ്റ് ആയിട്ട് വരുന്ന ഒരു ഗസ്റ്റിനെ പോലെയാണ്. യഥാർത്ഥ അപകടം ചിലപ്പോൾ അതിനു മുമ്പേ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ഈ ഒരു ഡെത്ത് ക്രോസിന് പിന്നിലെ സത്യാവസ്ഥ? ഡെത്ത് ക്രോസ് ഒരു ഫേക്ക് സിഗ്നൽ ആണോ? നമ്മളത് മനസ്സിലാക്കുന്ന രീതിയിലാണോ പ്രശ്നം? ഏറ്റവും പ്രധാനമായിട്ട് ശരിയായ സമയത്ത് കുറഞ്ഞ നഷ്ടത്തിലോ അല്ലെങ്കിൽ ചെറിയൊരു പ്രോഫിറ്റിലോ സ്റ്റോക്കിൽ നിന്ന് എങ്ങനെ എക്സിറ്റ് ചെയ്യാം? വീഡിയോയിൽ റിയാലിറ്റിയുടെ കൂടെ പ്രൊഫഷണൽ ട്രേഡേഴ്സ് ഉപയോഗിക്കുന്ന എക്സിറ്റ് സ്ട്രാറ്റജികളും നമുക്ക് മനസ്സിലാക്കാം. അപ്പോ ഇമോഷൻസിന് അടിപ്പെടാതെ അറിവോടെ ട്രേഡ് ചെയ്യാനും നമുക്ക് ഒരുമിച്ച് പഠിക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഡെത്ത് ക്രോസ് എന്നത് നമുക്ക് മനസ്സിലാക്കാം. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു സ്റ്റോക്ക് ചാർട്ടിൽ അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് അതിന്റെ ലോങ് ടൈം മൂവിംഗ് ആവറേജിനേക്കാൾ താഴേക്ക് പോകുമ്പോഴാണ് ഡെത്ത് ക്രോസ് ഉണ്ടാകുന്നത്. സാധാരണയായിട്ട് ടെക്നിക്കൽ അനാലിസിസിൽ ഇതിനായിട്ട് 50 ഡേ മൂവിംഗ് ആവറേജും 200 ഡേ മൂവിംഗ് ആവറേജുമാണ് ഉപയോഗിക്കാറ്. 50 ഡേ മൂവിംഗ് ആവറേജ് കഴിഞ്ഞ 50 ദിവസത്തെ ആവറേജ് പ്രൈസ് ആണ്. അത് സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ആണ് കാണിക്കുന്നത്. അതേസമയം 200 ഡേ മൂവിംഗ് ആവറേജ് കഴിഞ്ഞ 200 ദിവസത്തെ ആവറേജ് പ്രൈസ് ആണ്. ഇത് ലോങ് ടൈം ട്രെൻഡിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എപ്പോഴാണോ സ്പീഡിൽ പോകുന്ന ഈ 50 ഡേ മൂവിംഗ് ആവറേജ് പതുക്കെ പോകുന്ന 200 ഡേ മൂവിംഗ് ആവറേജിനെ ക്രോസ് ചെയ്ത് താഴേക്ക് പോകുന്നത്, ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ ഡെത്ത് ക്രോസ് എന്ന് വിളിക്കുന്നത്. ടെക്നിക്കലി ഇത് പറയുന്നത് ഷോർട്ട് ടേം ട്രെൻഡ് മോശമായിട്ടുണ്ട്, ഇനിയൊരു വലിയ ബിയറിഷ് ട്രെൻഡ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. 1929ലെയും 2008ലെയും വലിയ മാർക്കറ്റ് ക്രാഷുകൾക്ക് മുൻപ് പ്രധാന ഇൻഡെക്സുകളിൽ ഈ ഒരു പാറ്റേൺ കണ്ടിരുന്നു എന്നത് ആ ഒരു മാർക്കറ്റിന് ഒരു ചീത്തപ്പേര് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഓർക്കുക, എല്ലാ ക്രാഷുകളും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുകയുമില്ല. ചിലപ്പോൾ തെറ്റായ സിഗ്നലുകളും തരാറുണ്ട്. എങ്കിലും ഈ ഒരു ഹിസ്റ്ററി തന്നെയാണ് ഡെത്ത് ക്രോസ് എന്ന് കേൾക്കുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് പാനിക് ആവാനുള്ള പ്രധാന കാരണം. അപ്പൊ നമുക്ക് ഡെത്ത് ക്രോസ് ഒരു ലേറ്റ് സിഗ്നൽ ആണ് എന്ന് പറയുന്നതും അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. ഇവിടെയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കാൻ പോകുന്നത്. ഡെത്ത് ക്രോസ് ഒരു ലാഗിംഗ് ഇൻഡിക്കേറ്റർ ആണ്, ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ അല്ല. മുൻപ് സംഭവിച്ച കാര്യങ്ങളെ ബേസ് ചെയ്ത് വളരെ ലേറ്റ് ആയിട്ട് മാത്രം കിട്ടുന്ന ഒരു കൺഫർമേഷൻ ആണ്. 50 ദിവസത്തെ ആവറേജ് പ്രൈസ് 200 ദിവസത്തെ ആവറേജ് പ്രൈസിനേക്കാൾ താഴെ വരണമെങ്കിൽ അതിന് മുമ്പുള്ള ആഴ്ചകളിലോ മാസങ്ങളിലോ സ്റ്റോക്കിന്റെ വില നല്ല രീതിയിൽ താഴെ വന്നിട്ടുണ്ടാവും. പലപ്പോഴും ഡെത്ത് ക്രോസ് ചാർട്ടിൽ കാണിക്കുമ്പോഴേക്കും സ്റ്റോക്ക് അതിന്റെ ഏറ്റവും ഉയർന്ന വിലയിൽ നിന്ന്, അതായത് പീക്ക് പ്രൈസിൽ നിന്ന് ഏകദേശം ഒരു 15 മുതൽ 20% ഒക്കെ താഴേക്ക് വന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിൽ കൂടുതലോ താഴെ വന്നിട്ടുണ്ടാവും. അപ്പൊ ഇതൊരു ജനറൽ ആയിട്ടുള്ള കണക്കാണ്. ഓരോ സ്റ്റോക്കിന്റെ സ്വഭാവം അനുസരിച്ച് ഇതിൽ മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോ അർത്ഥം എന്താണ്? നിങ്ങൾ ഡെത്ത് ക്രോസ് കണ്ടിട്ടാണ് വിൽക്കാൻ പോകുന്നതെങ്കിൽ ലോസിന്റെ ഒരു വലിയ ഭാഗം സംഭവിച്ചതിന് ശേഷമാണ് നിങ്ങൾ വിൽക്കുന്നത് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഏറ്റവും മോശമായിട്ടുള്ള വിലയിരുത്തലായിരിക്കും നിങ്ങൾ സെല്ല് ചെയ്ത് ലോസ് ബുക്ക് ചെയ്യുന്നത്. ഇതൊരു ഫേക്ക് സിഗ്നൽ അല്ല, മറിച്ച് അപകടം കഴിഞ്ഞതിന് ശേഷം വരുന്ന ആംബുലൻസ് പോലെയാണ് നമ്മൾ ഈ ഒരു ഡെത്ത് ക്രോസിനെ കണക്കാക്കേണ്ടത് എന്നുള്ളതാണ്. അപകടം നടന്നുവെന്ന് അത് ഉറപ്പിച്ച് പറയും, പക്ഷേ അപകടം ഒഴിവാക്കാൻ അത് ഹെൽപ്പ് ചെയ്യില്ല എന്നുകൂടി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഡെത്ത് ക്രോസ് കണ്ട ഉടനെ എല്ലാം വിൽക്കുന്നത് നല്ലൊരു ഐഡിയ അല്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ചിലപ്പോൾ മാർക്കറ്റ് ഇത്തരം സിഗ്നലുകൾക്ക് ശേഷം പെട്ടെന്ന് തിരിച്ചു കയറാനും സാധ്യതയുണ്ട്. ഇതിനെ ടെക്നിക്കൽ ഭാഷയിൽ വിപ്സോ എന്ന് പറയും. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ നഷ്ടത്തിൽ വിൽക്കുകയും പിന്നീട് മാർക്കറ്റ് തിരിച്ചു കയറുന്നത് കണ്ട് വിഷമിച്ചിരിക്കേണ്ടിയും വരും. അപ്പോൾ യഥാർത്ഥ അപകട സൂചനകൾ നേരത്തെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? ഈ ഡെത്ത് ക്രോസ് അല്ലാതെ യഥാർത്ഥ അപകട സൂചനകൾ നേരത്തെ തിരിച്ചറിയാൻ എന്ത് മാർഗമാണ് നമുക്ക് മുമ്പിലുള്ളത്? അപ്പോൾ ഇവിടെയാണ് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആകുന്ന ചില ഇൻഡിക്കേറ്ററുകൾ ഉള്ളത്. ഡെത്ത് ക്രോസ് പോലെയുള്ള ലാഗിംഗ് ഇൻഡിക്കേറ്ററുകൾ ട്രെൻഡ് കൺഫേം ചെയ്യുമ്പോൾ RSI MACD പോലെയുള്ള ഇൻഡിക്കേറ്ററുകൾ ഒരു ട്രെൻഡ് വീക്ക് ആകുന്നതിന്റെയോ അല്ലെങ്കിൽ ഡയറക്ഷൻ മാറാൻ പോകുന്നതിന്റെയോ ഒക്കെ ആദ്യ സൂചനകൾ നേരത്തെ തരാറുണ്ട്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് RSI ബെയറിഷ് ഡൈവേർജൻസ് എന്താണെന്ന് നോക്കാം. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ഒരു സ്റ്റോക്കിലെ ബൈയിങ് സെല്ലിംഗ് പ്രഷർ അളക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഒരു സ്റ്റോക്ക് ഓവർബോട്ട് ആണോ അല്ലെങ്കിൽ ഓവർസോൾഡ് ആണോ എന്നൊക്കെ പറയാൻ തീർച്ചയായിട്ടും ഈ ഒരു ഇൻഡിക്കേറ്റർ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇതിന്റെ ഏറ്റവും മികച്ച യൂസുകളിൽ ഒന്നാണ് ഡൈവേർജൻസ് കണ്ടുപിടിക്കുന്നത്. ബെയറിഷ് ഡൈവേർജൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിന്റെ പ്രൈസ് പുതിയ ഉയരങ്ങൾ ഉണ്ടാക്കുമ്പോൾ, ഹയർ ഹൈസ് ഉണ്ടാക്കുമ്പോൾ അതേസമയം RSI ഇൻഡിക്കേറ്ററുകൾ താഴേക്ക് വരുന്നു.
ഇതിനർത്ഥം വില മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിലും അതിന് പിന്നിലെ ബൈയിങ് മൊമെന്റം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ഇത് ബുൾസ് ക്ഷീണിച്ചു, ഇനി ബിയേഴ്സ് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു വാർണിംഗ് ആണ് നമുക്ക് തരുന്നത്. ഡെത്ത് ക്രോസ് വരുന്നതിനും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ കിട്ടിയേക്കാവുന്ന ഒരു സ്ട്രോങ് എക്സിറ്റ് സിഗ്നൽ ആണ് ഈ ഒരു RSI ഡൈവർജൻസ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ബാക്ക്ഡി ബിയറിഷ് ക്രോസ് ഓവർ നമുക്ക് നോക്കാം. മൂവിംഗ് ആവറേജ് കൺവേർജൻസ് ഡൈവേർജൻസ് മറ്റൊരു പ്രധാനപ്പെട്ട മൊമെന്റം ഇൻഡിക്കേറ്റർ ആണ്. ഇതിൽ മാക്ഡി ലൈൻ, സിഗ്നൽ ലൈൻ എന്നിങ്ങനെ 2 ലൈനുകളാണുള്ളത്. എപ്പോഴാണോ സ്പീഡിലുള്ള മാക്ഡി ലൈൻ സിഗ്നൽ ലൈനെ ക്രോസ് ചെയ്ത് താഴേക്ക് പോകുന്നത് അതിനെ ബെയറിഷ് ക്രോസ് ഓവർ എന്നാണ് പറയുന്നത്. ഇത് സ്റ്റോക്കിന്റെ ആ ഒരു ബുള്ളിഷ് മൊമെന്റം കുറഞ്ഞ് ഒരു ബിയറിഷ് മൊമെന്റം സ്റ്റാർട്ട് ചെയ്തേക്കാം എന്നൊരു സൂചനയാണ് നമുക്ക് തരുന്നത്. മാക്ഡി സാധാരണയായിട്ട് 12 മുതൽ 26 ദിവസത്തെ മൂവിംഗ് ആവറേജുകളെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. 50 ഡേ 200 ഡേ ഡെത്ത് ക്രോസിനേക്കാൾ വളരെ നേരത്തെ തന്നെ ഒരു എക്സിറ്റ് സിഗ്നൽ തരാൻ തീർച്ചയായിട്ടും ഇതിന് കഴിയുകയും ചെയ്യും. അപ്പോ ഇടയ്ക്ക് വെച്ചൊരു കാര്യം പറയാണ്, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഞങ്ങളെ സഹായിക്കും. ഒപ്പം ഇതുപോലെയുള്ള വീഡിയോകൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. താഴെയുള്ള ഹൈപ്പ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു എക്സിറ്റ് സ്ട്രാറ്റജി എങ്ങനെയാണ് നമ്മൾ രൂപപ്പെടുത്തി എടുക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ അടുത്തായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പൊ പറഞ്ഞ ഇൻഡിക്കേറ്ററുകളൊക്കെ ഉപയോഗിച്ച് എങ്ങനെ ഒരു മികച്ച എക്സിറ്റ് പ്ലാൻ ഉണ്ടാക്കാം എന്നുകൂടി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. റൂൾ ബുക്ക് അല്ല, മറിച്ച് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു മോഡലായിട്ടാണ് ഞാൻ ഇനി ഡീറ്റെയിൽ ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഏർലി വാർണിംഗ് ആൻഡ് പാർഷ്യൽ എക്സിറ്റ് എന്ന ഘട്ടത്തിലേക്ക് കടക്കാം. ഒരു സ്റ്റോക്ക് നല്ല പ്രോഫിറ്റിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ കണ്ണ് RSI, മാക്ഡി പോലുള്ള ഇൻഡിക്കേറ്ററുകളിൽ കൃത്യമായിട്ട് ഫിക്സ് ചെയ്ത് വെക്കണം. സ്റ്റോക്ക് പ്രൈസ് പുതിയ ഉയരങ്ങളിൽ എത്തുമ്പോൾ RSI ബെയറിഷ് ഡൈവേർജൻസ് കാണിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മാക്ഡി ഒരു ബെയറിഷ് ക്രോസ് ഓവറിന് അടുത്താണോ, അപ്പൊ ഇങ്ങനെയുള്ള ഒരു സൂചന കണ്ടാൽ അപകടം മണക്കുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. പക്ഷെ എല്ലാം കൂടി ഒരുമിച്ച് വിറ്റ് ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല. പകരം നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്കിന്റെ ഒരു ചെറിയ പോർഷൻ 25% തൊട്ട് 30% വരെ വിറ്റ് കിട്ടിയ പ്രോഫിറ്റ് ലോക്ക് ചെയ്യാം. ഇതിനെയാണ് പാർഷ്യൽ പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ റിസ്ക് കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കും. ഇനി അടുത്ത ഘട്ടത്തിൽ ഡെത്ത് ക്രോസ് ഒരു കൺഫർമേഷൻ ആയിട്ട് കാണുക. ആദ്യത്തെ സിഗ്നലുകൾ കിട്ടി ആഴ്ചകൾ കഴിഞ്ഞ് ഒരു ഡെത്ത് ക്രോസ് സംഭവിക്കുകയാണെങ്കിൽ അപ്പൊ അത് നിങ്ങളുടെ ആദ്യത്തെ അനാലിസിസ് കറക്റ്റ് ആയിരുന്നു എന്നതിന്റെ ഒരു കൺഫർമേഷൻ ആണ്. ഈ ഒരു ഘട്ടത്തിൽ മാർക്കറ്റിന്റെ ട്രെൻഡ് വീക്ക് ആണ് എന്ന് നിങ്ങൾക്ക് കൂടുതൽ ഉറപ്പിക്കാൻ കഴിയും. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ സ്മാർട്ടായിട്ട് ചിന്തിക്കേണ്ടത്. പാനിക്കായിട്ട് എല്ലാം വിൽക്കുന്നതിന് പകരം നമ്മുടെ സ്ട്രാറ്റജിയുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഈ സമയത്ത് കയ്യിലുള്ള സ്റ്റോക്കിന്റെ മറ്റൊരു 30% മുതൽ 50% വരെ വിൽക്കുന്നതിനെ പറ്റി ആലോചിക്കാം. ഇത് നിങ്ങളുടെ ക്യാപിറ്റൽ കൂടുതൽ നഷ്ടപ്പെടാതെ പ്രൊട്ടക്ട് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. ഇനി മൂന്നാം ഘട്ടത്തിലേക്ക് കിടക്കാം, ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസും റീടെസ്റ്റും. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ള സ്റ്റോക്കുകൾക്ക് ഒരു ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിക്കാം. അതായത് സ്റ്റോക്ക് പ്രൈസ് താഴേക്ക് പോകുന്തോറും നിങ്ങളുടെ സ്റ്റോപ്പ് ലോസും താഴേക്ക് അഡ്ജസ്റ്റ് ആകും. പക്ഷെ പ്രൈസ് മുകളിലേക്ക് പോയാൽ സ്റ്റോപ്പ് ലോസ് അവിടെ തന്നെ നിൽക്കും. അപ്പൊ ഇത് കിട്ടിയ ആ ഒരു പ്രോഫിറ്റ് പരമാവധി പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു മികച്ച ടെക്നിക്കാണ്. അതോടൊപ്പം ഒരു റീടെസ്റ്റിനായിട്ട് വെയിറ്റ് ചെയ്യാം. പലപ്പോഴും ഡെത്ത് ക്രോസിന് ശേഷം പ്രൈസ് കുറച്ചുകൂടി താഴ്ന്നിട്ട് വീണ്ടും മുകളിലേക്ക് വന്ന 200 DMA ലൈനിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ആ ലൈൻ ഇപ്പോൾ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യും. ആ റീടെസ്റ്റ് ഫെയിൽ ആയാൽ പ്രൈസ് വീണ്ടും താഴേക്ക് പോയി തുടങ്ങിയാൽ അത് നിങ്ങളുടെ കൈവശമുള്ള അവസാന സ്റ്റോക്കുകൾ കൂടി വിൽക്കാനുള്ള ഏറ്റവും നല്ല അവസരങ്ങളിലൊന്നായിരിക്കും. അപ്പോൾ ഈ 3 സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ഒറ്റ ഇൻഡിക്കേറ്ററിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, പകരം പല ഇൻഡിക്കേറ്ററുകൾ ഉപയോഗിച്ച് നേരത്തെ തന്നെ സൂചനകൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നു. ഡെത്ത് ക്രോസ് വെച്ച് അത് കൺഫേം ചെയ്യുന്നു. വ്യക്തമായിട്ടുള്ള പ്ലാനോടെ പല പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ ഇതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഡിസിഷൻസ് ഒഴിവാക്കാനും നിങ്ങളുടെ റിസ്ക് മാനേജ് ചെയ്യാനും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിലൂടെ പറ്റുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു നല്ല എക്സിറ്റ് സ്ട്രാറ്റജി നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. നമ്മൾ വലിയൊരു ക്രാഷ് ഒക്കെ നേരിടുമ്പോൾ നല്ല ഒരു എക്സിറ്റ് സ്ട്രാറ്റജി കയ്യിലുള്ളത് തീർച്ചയായിട്ടും വളരെ ബെനിഫിറ്റഡ് ആയിരിക്കും. അപ്പൊ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഡെത്ത് ക്രോസ് ഒരു ഫേക്ക് സിഗ്നൽ അല്ല എന്നാണ് ഒന്നാമതായിട്ട് പറഞ്ഞത്. വളരെ ലേറ്റ് ആയിട്ട് വരുന്ന ലാഗിങ് ഇൻഡിക്കേറ്റർ ആണ്. പക്ഷെ അത് കണ്ട് പാനിക്കായിട്ട് എല്ലാം വിൽക്കുന്നത് മിക്കവാറും ലോസിൽ അവസാനിക്കാനാണ് സാധ്യത. രണ്ടാമതായിട്ട് നല്ല എക്സിറ്റ് സിഗ്നലുകൾ നേരത്തെ കിട്ടാൻ RSI ബെയറിഷ് ഡൈവേർജൻസ്, മാക്ഡി ബെയറിഷ് ക്രോസ് ഓവർ പോലുള്ള ഇൻഡിക്കേറ്ററുകളെ ശ്രദ്ധിക്കുക. ഇവ ട്രെൻഡിന്റെ സ്ട്രെങ്ത് കുറയുന്നത് നമുക്ക് ആദ്യം തന്നെ സൂചനകളായിട്ട് തന്നേക്കാം. മൂന്നാമതായിട്ട് ഒറ്റ സിഗ്നലിന്റെ ബേസിൽ ചാടിക്കയറി ഒരു തീരുമാനം എടുക്കരുത്. പല ഇൻഡിക്കേറ്ററുകളും ഒരുമിച്ച് വെച്ച് പല സ്റ്റെപ്പുകളായിട്ട് വിൽക്കുന്ന ഒരു എക്സിറ്റ് സ്ട്രാറ്റജി ഉണ്ടാക്കുക. പാർഷ്യൽ പ്രോഫിറ്റ് ബുക്കിംഗും ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസും ഉപയോഗിച്ച് നിങ്ങളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കും. ഒരു കാര്യം ഓർക്കുക, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡിക്കേറ്ററുകളെക്കാളും ട്രെൻഡിനേക്കാളും പ്രധാനം ഡിസിപ്ലിൻ ആണ്. വ്യക്തമായിട്ടുള്ള ഒരു എക്സിറ്റ് പ്ലാൻ കയ്യിലുണ്ടെങ്കിൽ മാർക്കറ്റിന്റെ ഏതൊരു സാഹചര്യത്തെയും നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസോടെ നേരിടാൻ കഴിയും.
അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പുതിയൊരു പെർസ്പെക്റ്റീവ് നൽകി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് ട്രേഡ് എക്സ്പീരിയൻസിൽ ഡെത്ത് ക്രോസ് ഓവർ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എക്സിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മറ്റു വഴികൾ ഏതൊക്കെയാണ്? നിങ്ങളുടെ എക്സ്പീരിയൻസും സംശയങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം, പഠിക്കാം, ഗ്രോ ചെയ്യാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.